ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിൻഡാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ചില ഓർമ്മകൾക്ക് രുചിയും മണവും ഉണ്ടാവുമല്ലേ? ആ രുചി ഒരിക്കലും നാവിൽ നിന്ന് പോവുകയുമില്ല. അങ്ങനെ ഒരു രുചി ഓർമ്മയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കാണുമ്പോൾ എല്ലാവർക്കും തോന്നും, ഓ, ഇത്ര നിസ്സാരമായ ഒരു ചമ്മന്തിയെക്കുറിച്ചാണോ അത്ര ബിൽഡപ്പ് കൊടുക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ ഈ ചമ്മന്തി ഞാനെത്ര ഉണ്ടാക്കിയിട്ടും ആ അമ്മയുടെ ആ പഴയ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടേ ഇല്ല. അത് അമ്മയുടെ കൈപ്പുണ്യം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് അങ്ങനെ പറയുമ്പോൾ പണ്ടത്തെ ആ ഒരു കാര്യം ഓർമ്മ വരും. സ്കൂളിലേക്ക് ചോറുണ്ടാവുമ്പോൾ അമ്മയുടെ ഒരു ചമ്മന്തി സ്പെഷ്യലായിട്ട് അവിടെ ഉണ്ടാവും. പക്ഷെ എനിക്കത് കിട്ടാറില്ല കേട്ടോ. അത് ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കഴിക്കും. അപ്പോൾ അവർ പറയും, നിൻ്റെ അമ്മയുടെ ചമ്മന്തി സൂപ്പറാണെന്ന് പറയും. ഞാൻ അമ്മയോട് വന്ന് പറയുകയും ചെയ്യും. ആ അമ്മിയിൽ അരച്ച ചമ്മന്തിയും മിക്സിയിൽ അരച്ച ചമ്മന്തിയും ഒരുപാട് മാറ്റമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അരയ്ക്കുമ്പോൾ ശരിയാവാത്തത്. പിന്നെ മോഹൻലാൽ പറഞ്ഞ പോലെ ഞാൻ ഇൻഗ്രീഡിയൻസ് വെച്ചല്ല ഉണ്ടാക്കുന്നത്, അതിൽ സ്നേഹം നിറച്ചിട്ടാണെന്ന് പറയുന്നില്ലേ, അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വറ്റൽ മുളകും ചുട്ടെടുത്ത് തേങ്ങയും പുളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂട്ടി അരച്ച് എടുത്താലുണ്ടല്ലോ, ഒരു പറ ചോറുണ്ണാം. ഇനി ഉച്ചയ്ക്ക് ചോറിലേക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും ഇതൊന്നു മാത്രം മതി. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഇത് സ്പെഷ്യലാണ്. അമ്മിയെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയതിൻ്റെ ക്രെഡിറ്റ് അമ്മയ്ക്ക് തന്നെയാണ് കേട്ടോ. അതുവരെ പൊടി പിടിച്ച് ഒരു മൂലയിൽ കിടന്ന ഐറ്റമാണത്. അതിൻ്റെ ഒരു രുചി ആലോചിക്കുമ്പോൾ നിസ്സാരമല്ല. പക്ഷെ അരയ്ക്കാനും അറിയേണ്ടതുണ്ട് കേട്ടോ. ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ആ കല്ലേൽ ചോറിട്ട് കുഴച്ചുണ്ണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ അമ്മേനോട് പറഞ്ഞു എനിക്ക് അങ്ങനെ കഴിക്കണം എന്ന്. ഇന്ന് ഒരു സൂപ്പർ മീനായിട്ടാണ് മീൻകാരൻ ചേട്ടൻ വന്നിരിക്കുന്നത്. ഈ മീനിൻ്റെ പേര് വാള എന്നാണ് പറഞ്ഞത്. എല്ലാവരും എന്താ പറയാന്നൊന്ന് കമൻ്റ് ഇടണേ. ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.